ഞാൻ ഈ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടു. ടീസർ കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് മോഹൻലാലിൻ്റെ സംഗീതിൻ്റെയും പ്രകടനം വളരെ എടുത്തു പറയേണ്ടതായിരുന്നു. അപ്പം അത് വെച്ചിട്ട് തന്നെ സംഗീതനായിട്ട് ട്രോൾ ചെയ്തവരുമുണ്ട്. ഹൃദയം എന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലിനിട്ട് എന്താ പറയുന്നത് ഒരു തേമ്പ് കൊടുക്കുമ്പോൾ അത് തിരിച്ച് ഹൃദയപൂർവ്വത്തിൽ വരുമ്പോൾ പ്രണവിൻ്റെ അപ്പൻ മോഹൻലാൽ തന്നെ സംഗീതയുടെ തേമ്പുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സംഗീത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. സിനിമ ഷൂട്ടിങ്ങിനിടയ്ക്ക് സംഗീതിന് ഒരു പനി വരികയും പിന്നീട് മോഹൻലാൽ അതായത് നമ്മുടെ ലാലേട്ടൻ തന്നെ ഇടപെട്ട് അന്നത്തെ ദിവസം ഷൂട്ട് നിർത്തി വെക്കുകയും സംഗീതിൻ്റെ തലയിൽ തലോടുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ വാത്സല്യമുള്ള ലാലേട്ടനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ കേട്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം അതിൻ്റെ ട്രെയിലർ കണ്ടു. നല്ല രസമുള്ളൊരു ട്രെയിലറാണ്. അതായത് ലാലേട്ടൻ അഴിഞ്ഞാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ തുള്ളിക്കളിച്ച് ഡാൻസ് ചെയ്ത് അല്ലെ സ്റ്റണ്ട് ചെയ്ത് മാത്രമല്ല, വളരെ രസകരമായ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേകതരം അഴിഞ്ഞാട്ടമാണ്. ഈ വിരലുകളൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചില സിനിമകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ട്രെയിലറാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുന്നത് ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറേ ഫാക്ടേഴ്സൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സിനിമ റിലീസാകുമ്പോൾ ലാലേട്ടൻ്റെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള ഒരു സിനിമയാണ്. അതിൽ ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. അതിലെന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാകും. സാധാരണ സത്യൻ അന്തിക്കാട് മൂവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു എന്താ പറയുക, എല്ലാ സിനിമയിലും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും. ലാലേട്ടൻ്റെ ഒരു അഭിനയമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് ചില ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ. എന്തായാലും അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ലാലേട്ടനോട് ഒരു നടി പറയുന്ന ഒരു ഇതുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ലാലേട്ടനെ കിട്ടിയിരുന്നെങ്കിൽ, ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ലാലേട്ടനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടി കുറച്ചുകൂടെ സുന്ദരിയായിരുന്നേനെ. അങ്ങനെ കുറച്ച് ഡയലോഗ്സൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ലൊരു സൂപ്പർ ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കാം. ഈ പറയുന്ന മോഹൻലാൽ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സൂപ്പർ ഹിറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല സിനിമയെന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മളീ പറയുന്ന സ്ലീപ്പിംഗ് ഫാൻസ് എന്നൊക്കെ പറയുക, തുടരും സിനിമയുടെ ഇടയ്ക്ക് നമ്മൾ കേട്ടിരുന്ന സംഭവമാണ്. വീട്ടിലിരിക്കുന്ന കൊച്ചു പിച്ചയടക്കം മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് സിനിമ കാണും. എന്തായാലും ലാലേട്ടൻ്റെ ഒരു നല്ല പ്രകടനം പ്രതീക്ഷിച്ച്, നല്ലൊരു സിനിമ പ്രതീക്ഷിച്ച്, സത്യൻ അന്തിക്കാടിൻ്റെ കയ്യിൽ നിന്നൊരു മാജിക് പ്രതീക്ഷിച്ച് 28-ാം തീയതി ഞാനും ആ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളും പോയി കാണുക. ട്രെയിലർ റിയാക്ഷനായിട്ടൊന്നും ഇത് കണക്കാക്കണ്ട. ജസ്റ്റ് അത് കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ക്ഷമയുള്ളവർ കാണുക. ഇത് കണ്ടില്ലെങ്കിൽ സാരമില്ല, പോയി സിനിമ കണ്ടാൽ മതി. 28-ാം തീയതി റിലീസല്ലേ. താങ്ക് യു.